വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഈ വാർത്ത പ്രധാനപ്പെട്ടതാവുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ സമയം വൈകിട്ട് 5 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. ഈ സമയത്ത് ട്രെയിനിലും മറ്റും യാത്ര ചെയ്യുന്നുണ്ടാവും പലരും, ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടാവും പലരും. അങ്ങനെ യാത്ര ചെയ്യുന്ന നമ്മുടെ അരികിലിരിക്കുന്ന യാത്രക്കാരൻ മൊബൈൽ ഫോണിൽ എന്ത് കാണുന്നു എന്ന് ഒന്ന് പാളി നോക്കുക. സിനിമയാണ് കാണുന്നത് എങ്കിൽ, അത് വ്യാജ കോപ്പി കാണുന്നതാണ് എങ്കിൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക. പോലീസ് വന്ന് ആ കാണുന്ന ആളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ട്രെയിനിൽ ഇരുന്ന് തുടരും എന്ന സിനിമ മൊബൈൽ ഫോണിൽ കണ്ട യുവാവ് തൃശൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലായി. മലയാളിയായ റെജിൽ എന്ന ആളാണ് കസ്റ്റഡിയിലായത്. മൊബൈൽ ഫോണിൽ തുടരും എന്ന സിനിമ അനധികൃതമായി കാണുന്നത് കണ്ട സഹയാത്രികൻ അക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. അനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു. ഏത് രീതിയിലാണ് ഈ പോലീസിനെ അറിയിച്ച ഉടൻ തന്നെ പോലീസ് പിന്തുടർന്നെത്തി ഈ ആളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നോ അതോ മറ്റു രീതിയിലായിരുന്നോ? ബനേഷ്, ബാംഗ്ലൂർ എറണാകുളം ഇന്റർസിറ്റി ട്രെയിനിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഈ യുവാവ് സിനിമ കണ്ടിരുന്നത്. മൊബൈൽ, അതും നമുക്കറിയാം തിയേറ്ററുകളിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വിജയകരമായൊരു സിനിമയാണ്. മൊബൈലിൽ അതിന്റെ വ്യാജ പതിപ്പ് കണ്ടുകൊണ്ടിരുന്നത്. ബാംഗ്ലൂരിൽ കാലങ്ങളായി സ്ഥിര താമസമാക്കിയ മലയാളിയാണെന്ന് പറയുന്നു റെജിൽ എന്ന 22 വയസ്സുകാരനാണ് ഇപ്പോൾ റെയിൽവേ പോലീസ്, തൃശൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇയാൾ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠനം നടത്തി വരികയാണ്. നമുക്കറിയാം നാളെയാണ് തൃശൂർ പൂരം. ഈ തൃശൂർ പൂരം കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും ഈ ട്രെയിനിൽ തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് ഈ ട്രെയിനിൽ വെച്ച് മൊബൈലിൽ, ഇയാളുടെ തന്നെ മൊബൈലിൽ ഈ തുടരും സിനിമയുടെ വ്യാജ പതിപ്പ് കണ്ടുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്ന മറ്റൊരു സഹയാത്രികൻ ഇത് കാണുകയായിരുന്നു. ബനേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് പാളി നോക്കിയപ്പോൾ മൊബൈലിൽ അതാ തുടരും സിനിമ ഈ യുവാവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇയാൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇയാൾ ഈ വിവരം നൽകിയ ആൾ ഒരു സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് കൂടിയുള്ള ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷെ ഇയാൾ വിവരം അറിയിച്ചതനുസരിച്ചാണ് പോലീസിന് ഇത്തരത്തിൽ ഒരു വിവരം ലഭിച്ചത്. ഉടൻ ട്രെയിനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന, ട്രെയിനിൽ സാധാരണ ഡ്യൂട്ടിയിലുണ്ടായിരിക്കും RPF ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരെ വിവരം അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിലവിലിപ്പോൾ തൃശൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇയാളുള്ളത്. ഇയാളെ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വെബ്സൈറ്റിലാണോ അതല്ലെങ്കിൽ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ച വ്യാജ പതിപ്പാണോ കണ്ടുകൊണ്ടിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് വരുന്നത്. എന്തായാലും വെബ്സൈറ്റിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റ് ബസ്സിൽ ഉൾപ്പെടെ ഈ സിനിമ പ്രദർശിപ്പിച്ചതായി കാണിച്ച് ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഈ സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അത്തരത്തിൽ ആയിരിക്കാം ഒരുപക്ഷെ ഇയാൾക്കും ഈ സിനിമയുടെ വ്യാജ പതിപ്പ് ലഭിച്ചത്. അത് വെബ്സൈറ്റിലാണോ അതല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ളതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്, ചോദ്യം ചെയ്തു വരികയാണ്. വെബ്സൈറ്റിലാണെങ്കിൽ ഒരുപക്ഷെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ ഉള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. എത്തരത്തിലുള്ള നടപടികളാണ് ഇതിൽ സ്വീകരിക്കുക എന്നതിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും കൂടുതൽ തെളിവുകൾക്കായും മറ്റും വിവരങ്ങൾക്കായും മറ്റും ഇതെങ്ങനെയാണ് ലഭിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ബനീഷ്, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തുടരും എന്ന സിനിമ അനധികൃതമായിട്ട് മൊബൈൽ ഫോണിൽ കണ്ട യുവാവ് കസ്റ്റഡിയിൽ തുടരും അല്ലേ? തീർച്ചയായും മനേഷ്, ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. SI ഉൾപ്പെടെയുള്ള ആളുകൾ, റെയിൽവേ SI ഉൾപ്പെടെയുള്ള ആളുകൾ ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഫോൺ ഒരുപക്ഷെ പരിശോധിക്കും, ഒരുപക്ഷെ വിശദമായ പരിശോധനയ്ക്ക് തന്നെ ഫോൺ വിധേയമാക്കേണ്ട സാഹചര്യമൊക്കെ വരും. എന്തായാലും അതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ പ്രാഥമികമായി ശേഖരിക്കേണ്ട വിവരങ്ങൾ ഉൾപ്പെടെ ഇയാളിൽ നിന്ന് ശേഖരിച്ചു വരികയാണ്. ബനേഷ്.